അപ്പോ ഇങ്ങനെ ഒരാളെ കൊണ്ട് റൂമിലെ ഡ്രഗ് കൊണ്ട് വെക്കുന്നു. എന്നിട്ട് അവൻ തന്നെ വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. ഇവിടെ ഈ റൂമിലെ ഡ്രഗ് ഉണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവിടെ ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ച് വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെങ്കിൽ ഈ പുള്ളി, അതായത് മറ്റേ ഇന്ത്യ ഗ്യാസ് എന്ന് പറഞ്ഞ ആ പേജിലുള്ള പുള്ളി പറഞ്ഞ ആൾക്കാരായിരിക്കും ഇങ്ങനെ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ പോലീസ് തന്നെയായിരിക്കും. മലയാളി സ്റ്റുഡൻസിന് വേണ്ട KL നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നാൽ തന്നെ ബാംഗ്ലൂർ പോലീസിന് കുരുവിട്ടു. അങ്ങനെയാണ് ബാംഗ്ലൂർ പോലീസിന്റെ അവസ്ഥ. അപ്പോ കൊണ്ട് ഡ്രഗ് റൂമിൽ വെക്കുന്നു, പോലീസിന് ഇൻഫോം ചെയ്യുന്നു, പോലീസ് വരുന്നു, റെയ്ഡ് ചെയ്യുന്നു. ഈ പിള്ളേരുടെ നേരെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം അവര് പറയുന്നു ഓക്കെ കേസ് എടുക്കൂല. അപ്പൊ ഈ ഒബിയസ്ലി ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ചെയ്തിട്ടില്ല, ഇവരതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അവര് ഉടനെ പറയും ശരി നിങ്ങൾ വിളിക്കും, നിങ്ങളെ വീട്ടുകാരെ വിളിക്കും. വീട്ടുകാരെ വിളിച്ചിട്ട് ശരി 5 ലക്ഷം, 3 ലക്ഷം, 10 ലക്ഷം ഇങ്ങനെ ഓരോ എമൗണ്ട് പറയുന്നു. ഓക്കെ ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കേസൊന്നും ഇല്ലാതെ വെളിയിൽ വിടാം. ഇതാണ് അവിടുത്തെ പോലീസുകാർ. അതായത് ഈ മാഫിയയും ഈ പോലീസും എല്ലാം ലിങ്ക്ഡ് ആണ്. എല്ലാം ലിങ്ക്ഡ് ആയിട്ടാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഇത് റിയൽ സ്റ്റോറി ആണെന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യൻ ബാംഗ്ലൂർ ആറാന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. ആറാറിൽ എനിക്ക് ഇഷ്ടം പോലെ ആറാറിൽ പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചാണ്, അറിയാം ഈ സംഭവങ്ങൾ സത്യമാണ്. അപ്പൊ അവരൊന്ന് സത്യമാണ്, ഈ സാധനങ്ങളെല്ലാം സത്യമാണ്, ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറി ഞാൻ അറിയുന്ന 1.5 വർഷം മുമ്പാണ്. കാരണം എന്റെ ജൂനിയർ ആയിട്ടുള്ള പയ്യനെ വിളിച്ചത് സ്വാഭാവികമായിട്ടും വിളിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞ സമയത്ത്, മെൻഷൻ ചെയ്ത് പറഞ്ഞ സമയത്ത് അവൻ ഈ ഒരു കഥ പറഞ്ഞാണ്. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ ഇങ്ങനെ പഠിത്തം നിർത്തി പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ പഠിത്തം നിർത്തി പോയി? അതിങ്ങനെ കുറച്ച് വല്ല കേസൊക്കെ ആയി. എന്തോ വല്ല കേസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ പറഞ്ഞു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിന്ന റൂമില് ഏതോ പയ്യന്മാര് കൊണ്ടുവന്ന് ഡ്രഗ് വെച്ചു. ഇവനത് അറിയുന്ന പോലും ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എവിടെ നിന്ന് പോലീസ് വന്ന് അവനെ അവന്റെ റൂമിലുള്ള 2-3 പിള്ളേരെ പിടിച്ചോണ്ട് പോയതിനു ശേഷം പോലീസ് ഓഫർ ചെയ്ത 10 ലക്ഷമോ 5 ലക്ഷമോ ഇത്ര എമൗണ്ട് ആണ് അവർ ഓഫർ ചെയ്തത്. അവന് ഈ കേസിനകത്ത് പെട്ട് ജയിലിൽ കിടക്കണ്ടെന്നുള്ള ഒരു വഴി, ഏകമുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ചോദിക്കുന്ന പൈസ കൊടുക്കുക. ഇത് മാത്രമാണ് അവനുള്ള വഴി. അപ്പോ വീട്ടിലോട്ട് വിളിച്ചു. ഒന്നാമതേ ആ പയ്യൻ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് പാവപ്പെട്ട പയ്യൻ പഠിക്കാനായിട്ട് കയറിയത്, ബാംഗ്ലൂരിൽ പോയത്. അപ്പം മകൻ അകത്താകണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരുടെ വീട്ടുകാർ എവിടെ നക്കിയോ എങ്ങനെയൊക്കെ പതുക്കിയോ കിടമാച്ചു എന്തൊക്കെയായി പൈസ അയച്ചു കൊടുത്തു. അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവന്റെ പഠിത്തം പോയി. അപ്പൊ ഈ ഒരു ഡ്രഗ് മാഫിയ കാരണം പഠിത്തം പോയ ഒരുപാട് പിള്ളേരുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ ഇവരെയൊക്കെ പേടിച്ച് വെളിയിലൊന്നും പറയാത്തായിരിക്കും. കാരണം ബാംഗ്ലൂരിൽ നിന്ന് അവർക്ക് തിരിച്ചു വരണമല്ലോ, അതുകൊണ്ട് പറയത്തില്ല.